പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്നേതോ ഒരു പോരാട്ടത്തിലാണുള്ളത്. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ജയം വേണം, വിജയിക്കണം. ഈ കാര്യത്തിൽ എന്താണ് ഉണ്ടാവുക എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ദൈവം നിങ്ങൾക്കൊരു നല്ല വാക്ക് തന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 57-ാം വാക്യത്തിൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ജയം നൽകുന്ന ദൈവം. യേശുക്രിസ്തു ജയം നൽകുന്ന ദൈവമാണ്. യേശു കുരിശിൽ സാത്താനെ ജയിച്ചു, വിജയം വരിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്ക് വിജയമുണ്ടാകുവാൻ യേശു കുരിശിൽ വിജയം നേടി. യേശു മരണത്തെ ജയിച്ച് ജീവനോടെ എഴുന്നേറ്റില്ലേ? യേശു മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ഈ ലോകത്തെ ജയിച്ചു. എന്തിന്? നമുക്ക് ജയം തരാനായി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യത്തിൽ വിജയമുണ്ടാവണം. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയമുണ്ടാവണം. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ജയമുണ്ടായാലേ പ്രൊമോഷൻ ഉണ്ടാവുകയുള്ളൂ. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ജയമുണ്ടാവണം. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ശുശ്രൂഷയിൽ ജയമുണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യത്തിൽ ജയം വേണം. നിങ്ങൾക്കെന്തോ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ദൈവം ഇന്ന് ജയം തരാൻ പോകുന്നു. ജയം തരുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് നിങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരുന്നാൽ മതി. ഞാനങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നെനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് സ്തുതിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു വലിയ ധൈര്യമുണ്ടാകും, വിശ്വാസമുണ്ടാകും. വിജയമുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊക്കെ പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായാലും നിങ്ങൾ വിജയം വരിക്കും. അതാണ് ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം. വിശ്വസിക്കുമോ നിങ്ങൾ? ഞാൻ ജയിക്കും, യഹോവ എനിക്ക് ജയം തരും. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ ജയമുണ്ടാവുന്നത് നിങ്ങൾ കാണും. എന്നാൽ പറയൂ, യേശുവേ, അങ്ങെനിക്ക് ജയം തരുന്ന ദൈവമാണ്. ഞാൻ ഈ കാര്യത്തിൽ ജയിക്കും, ഇന്നെനിക്കങ്ങ് ജയം തരും. എന്നാൽ പറയൂ, ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, അങ്ങെനിക്ക് ജയം തരുന്ന ദൈവമാകുന്നു. ഇന്ന് ഈ കാര്യത്തിൽ അങ്ങെനിക്ക് ജയം തരും. ഞാൻ ജയം കാണാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ